സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളിൽ ജനങ്ങളെ കൂടി പങ്കാളികളാക്കുന്ന പരിപാടിയാണ്. പൊതുജനങ്ങൾക്ക് അവരുടെ പരാതികളും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളിൽ ദൈനംദിനമായി ഇടപെടാൻ കഴിയുന്ന രീതിയിലാണ് ഭരണ സംവിധാനങ്ങളിൽ പൊതുജനങ്ങൾ കൂടി കാര്യക്ഷമമായി ഇടപെടുന്നു. ആ സംവിധാനമാണ് CM വിത്ത് മീ അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പരിപാടിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെയാണ് ഈ കാണുന്നതാണ് കോൾ സെന്റർ. ഈ കോൾ സെന്റർ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ് ഈ കോൾ സെന്ററിന്റെ ഓഫീസ് അഥവാ ഈ CM വിത്ത് മീ എന്ന പരിപാടിയുടെ മുഖ്യ ഓഫീസ് ഈ കോൾ സെന്റർ ഈ കാണുന്ന കോൾ സെന്ററിലാണ്. ഇവിടെ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കുന്ന ഒരു കോൾ സെന്ററാണുള്ളത്. ഇവിടെ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ജനങ്ങൾക്ക് സർക്കാരുമായി ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ഇപ്പോൾ നമ്മോടൊപ്പം ഈ കോൾ സെന്റർ അല്ലെങ്കിൽ ഈ CM വിത്ത് മീ എന്ന് പറയുന്ന പരിപാടി പൊതുജനങ്ങൾ കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള എല്ലാ പൊതുജനങ്ങളുമായി സംവദിക്കുന്നതിനും മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഇവരുടെ പരാതികൾ കേൾക്കുന്നതിനും നിർദ്ദേശങ്ങൾ കേൾക്കുന്ന അഭിപ്രായം പറയുന്നതിനും അതിന് മറുപടി നൽകുന്നതിനുമായി ഈ വിഷയങ്ങൾ ക്രോഡീകരിച്ച് പ്രവർത്തിക്കാനായി ഇവിടെ 2 KS ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ ശ്രീമതി ബിന്ദു പരമേശ്വരൻ KS ബിന്ദു പരമേശ്വരനാണ് ഈ പ്രോഗ്രാമിലെ ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്. ഇത് എങ്ങനെയാണ് എന്താണ് ഇതിന്റെ എങ്ങനെ ഇതിനെ ഇപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഇത് എത്രത്തോളം ആയി എന്ന് ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ഒരു പരിപാടിയാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് സജ്ജമാക്കാൻ കഴിയും? 48 മണിക്കൂറിനുള്ളിൽ ജനങ്ങൾക്ക് അവര് നേരിടുന്ന ഒരു വിഷയത്തിൽ അവർക്കൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്നമാണ് ഈ പറയുന്ന സിറ്റിസൺ കണക്ട് സെന്റർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ ഒരു എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, കോൾ സ്വീകരിക്കുന്ന എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. 10 പേര് 3 ഷിഫ്റ്റ് വെച്ചിട്ട് 24 മണിക്കൂറും ഈ എക്സിക്യൂട്ടീവ്സ് ഇവിടെ അവൈലബിൾ ആണ്. അവര് പരാതികൾ സ്വീകരിച്ചാൽ അവര് രജിസ്റ്റർ ചെയ്യുന്ന ഉടൻ തന്നെ പരാതിക്കാരന് ഒരു SMS പോവും. അതിൽ അവരുടെ പരാതി രജിസ്റ്റർ ചെയ്ത ഒരു ടിക്കറ്റ് നമ്പർ ഉൾപ്പെടെയാണ് അദ്ദേഹത്തിനെ വിവരം അറിയിക്കുക. ആ ടിക്കറ്റ് അതേപോലെ തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള സെന്റർ ഓഫീസേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ലോഗിനിലേക്കും അവൈലബിൾ ആവും. അവര് ഈ പരാതികൾ പരിശോധിക്കുകയും എന്തെങ്കിലും അധിക ഡാറ്റ ശേഖരണം ആവശ്യമുണ്ടെങ്കിൽ ഈ പരാതിക്കാരനെ തിരിച്ചു വിളിച്ച് വേണ്ടത്ര ഡാറ്റ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റ സ്വീകരിച്ച് ഈ പരാതി നമ്മുടെ സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലും നോഡൽ ഓഫീസേഴ്സ് ഉണ്ട്, അവരിലേക്ക് കൈമാറും. അവരാണ് വകുപ്പ് തലത്തിൽ ഇടപെട്ട് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന പരാതിയാണെങ്കിൽ അത് അപ്പോൾ തന്നെ പരിഹരിച്ചിട്ട് നമ്മൾ ജനത്തിന് മറുപടി നൽകും. അതല്ല നമുക്ക് അധികം സമയം വേണ്ടതാണെങ്കിൽ പോലും അതിന്റെ ഒരു സ്റ്റാറ്റസ് അറിഞ്ഞ് നമ്മൾ 48 മണിക്കൂറിനുള്ളിൽ പരാതിക്കാരനെ വിവരം അറിയിക്കും. മാത്രമല്ല നമ്മളത് പരിഹരിക്കുന്നതിനുള്ള ഫോളോ അപ്പ് നടത്തുകയും ചെയ്യും. പോലീസിന് മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ പറഞ്ഞത് പോലീസിന്റെ വിഷയങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന പരാതികൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം 10 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഇവിടെ പോലീസിന്റെ സേവനം 24 അവേഴ്സും ലഭ്യമാണ്. മറ്റ് സെന്റർ ഓഫീസേഴ്സ് 12 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ പോലീസിന്റെ സേവനം മാത്രം 24 മണിക്കൂറും ഇവിടെ ലഭ്യമാണ്. അപ്പൊ ഏത് തരത്തിലുള്ള പരാതി വന്നാലും അതിനെ അതാത് സമയത്ത് റിയൽ ടൈമിൽ ലീഡ് അല്ലെങ്കിൽ അതിനെ നടപടികൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്നു മുതൽ തന്നെ ഈ കോൾ സെന്റർ പൂർണ്ണ തോതിൽ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് കോൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. നമ്മുടെ സെന്റർ ഓഫീസേഴ്സ് അത് പ്രോസസ് ചെയ്ത് തുടങ്ങി. ഓൾറെഡി CM ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ നമ്പർ ടോൾ ഫ്രീ നമ്പർ ജനങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അവർക്ക് കോൾ ആക്സസ് ഇപ്പൊ എല്ലാ എക്സിക്യൂട്ടീവ്സും കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ടോൾ ഫ്രീ നമ്പറൊക്കെ തന്നെ ജനങ്ങൾക്ക് അവൈലബിൾ ആണല്ലോ. അതെ. ആ CM ഉദ്ഘാടനം ചെയ്ത അപ്പൊ തന്നെ എക്സിക്യൂട്ടീവ്സിന് അവിടെ നിങ്ങൾക്ക് കാണാമായിരുന്നതിൽ 13 കോൾസ് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ കോള് ഇവര് ഇപ്പൊ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഈ സെന്ററിന്റെ പ്രവർത്തനം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. CM ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ അതേ സെക്കൻഡിൽ ആരംഭിച്ചു. 8 മണിക്കൂർ വർക്കാണെങ്കിൽ ഇതെങ്ങനെയാണ് 24 മണിക്കൂറും സജ്ജമായി പ്രവർത്തിക്കാൻ കഴിയും? 8 മണിക്കൂറല്ല, 3 ടീമുണ്ട്. 10 പേര് വെച്ചിട്ടുള്ള 30 പേരുടെ 3 ടീമാണ്. 3 ഷിഫ്റ്റ് ആയിട്ടാണ് അവര് 24 അവേഴ്സ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായും ഈ രീതിയിൽ പൂർണ്ണമായ തോതിൽ ഇന്നു മുതൽ തന്നെ ഇത് പൂർണ്ണമായ തോതിൽ സജ്ജമാവുകയാണ് ഈ കോൾ സെന്റർ. എന്താണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയം? ജനാധിപത്യത്തിൽ പൊതുജനങ്ങളാണ് ജനാധിപത്യത്തിന്റെ നെടുന്തൂണ്. ആ ആശയം കൃത്യമായി ജനങ്ങളിൽ എത്തുന്നതിന് വേണ്ടി, അതായത് ഭരണ സംവിധാനത്തിൽ ജനങ്ങളെ കൂടി പങ്കാളികളാക്കുക, ജനങ്ങളെ ചേർത്ത് നിർത്തുക, ജനങ്ങളിൽ നിന്നുള്ള ദൈനംദിനമായ സർക്കാരിന്റെ ഇടപെടലുകളിൽ ജനങ്ങളിൽ നിന്നുള്ള കാര്യക്ഷമത അല്ലെങ്കിൽ ഗൌരവമേറിയ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അതിന് ജനങ്ങൾക്ക് ഒരു അവസരം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ് തീർച്ചയായും ഈ CM വിത്ത് മീ. ഇത് 24 മണിക്കൂറും
സജ്ജമാണ് കോൾ സെന്റർ. ഇവിടെ സെന്റർ ഓഫീസർ, ജില്ലാ നോഡൽ ഓഫീസർമാർ, സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർമാർ, അങ്ങനെ 3 തലത്തിലുള്ള സംവിധാനങ്ങളിലൂടെയാണ് ഈ പദ്ധതി കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ ചേർത്ത് നിർത്തി സർക്കാർ മുന്നോട്ട് പോകുന്നു. അത് തന്നെയാണ് ഒരർത്ഥത്തിൽ ഇതിനെ ഒരു ജനസമ്പർക്ക പരിപാടി അല്ലെങ്കിൽ നവകേരളം കൊണ്ട് സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു പുതിയൊരു കാൽവയ്പായി അല്ലെങ്കിൽ പുതിയൊരു ചുവടുവയ്പായി ഈ CM വിത്ത് മീ എന്ന് പറയുന്ന ഈ പുതിയ പരിപാടിയെ അങ്ങനെ തന്നെയാണ് സർക്കാർ കാണുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്.